അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മാ ബഅദ്. വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയങ്കരായ രാജീവ് ശങ്കരൻ സാർ, അതുപോലെ ശംസുദ്ദീൻ മുബാറക്, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ശ്രോതാക്കളെ, ദി റോൾ ഓഫ് ജേർണലിസം ഇൻ പ്രൊമോട്ടിംഗ് ഡെമോക്രസി ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന വിഷയത്തിലാണ് നമ്മൾ ഇന്നൊരു സെഷൻ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ വിഷയം കേൾക്കുമ്പോൾ നമുക്ക് വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു വിഷയമായിട്ട് തോന്നാമെങ്കിലും ജേർണലിസവും ഡെമോക്രസിയും ഹ്യൂമൻ റൈറ്റ്സും ഒക്കെ അതിൻ്റെ അപകടകരമായ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ, ഒരു ട്വിസ്റ്റിംഗ് പോയിന്റിൽ നിൽക്കുന്ന സമയത്തിൽ നമുക്ക് ഇത് ഏറ്റവും പ്രസക്തമായ ഒരു സബ്ജക്റ്റ് തന്നെയാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ ഈ വിഷയത്തിൻ്റെ ആഴത്തിലും പരപ്പിലും പോകാൻ നമുക്ക് നമ്മുടെ ചർച്ചയിൽ പാനലിസ്റ്റുകൾ തയ്യാറാകും. അവരതിന് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പാനലിസ്റ്റുകളെ പരിചയപ്പെടുത്താം. രാജീവ് ശങ്കരൻ സാറാണ് എനിക്ക് ആദ്യം പരിചയപ്പെടുത്താനുള്ളത്. അദ്ദേഹം മലയാള മാധ്യമ ചരിത്രത്തിൽ, മലയാള മാധ്യമ രംഗത്തെ വർഷങ്ങളുടെ പരിചയ സമ്പത്തുള്ള, പ്രിൻ്റ് മീഡിയയിലും ടി വിയിലും ഓൺലൈനിലും ഒരേപോലെ പയറ്റിത്തെളിഞ്ഞ, ഇപ്പോൾ ഒരു മുഖ്യധാരാ മാധ്യമങ്ങളിലും അതുപോലെ സമാന്തര മാധ്യമങ്ങളിലുമെല്ലാം ഒരേപോലെ വൈദഗ്ധ്യമുള്ള ഒരു മികച്ചൊരു ഒറേറ്ററും അതിനേക്കാൾ നല്ലൊരു എഴുത്തുകാരനുമായ രാജീവ് സാർ, അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ചു കാലം അദ്ദേഹം ജോലി ചെയ്ത സ്ഥാപനത്തിൽ കുറച്ചു കാലം ഒന്നിച്ച് ജോലി ചെയ്യാൻ കഴിഞ്ഞു എന്നൊരു ഭാഗ്യം എനിക്കുണ്ടായി. അതൊരു ഭാഗ്യമായി തന്നെ ഞാൻ കാണുകയാണ്. രാജീവ് സാർ മാധ്യമത്തിൽ തുടങ്ങി കൈരളി, ഇന്ത്യ വിഷൻ, വർത്തമാനം, സിറാജ്, മീഡിയ വൺ തുടങ്ങിയ വ്യത്യസ്തമായ വ്യത്യസ്തമായ മാധ്യമങ്ങളിൽ ജോലി ചെയ്തിട്ടാണ് ഇപ്പോൾ അദ്ദേഹം റിസാല അപ്ഡേറ്റിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മുടെ മുഖ്യധാര എന്ന് പറയുന്ന, മലയാളത്തിലെ മുഖ്യധാര എന്ന് പറയുന്ന മാധ്യമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പേരില്ല. അതേസമയം തന്നെ ഒരുപക്ഷെ മുഖ്യധാരയെ തന്നെ ഒരു സബാൾട്ടൺ, അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു പാരലൽ സമാന്തര മാധ്യമങ്ങൾ എന്ന് പറയുന്ന രംഗങ്ങളിലാണ് അദ്ദേഹം കാര്യമായിട്ടും പ്രവർത്തിച്ച് പരിചയമുള്ളത്. മാധ്യമത്തിലായാലും കൈരളിയിലായാലും ഇന്ത്യ വിഷനിലായാലും വർത്തമാനത്തിലും സിറാജിലും മീഡിയ വണിലൊക്കെ ആ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പം അദ്ദേഹം ഈ മാധ്യമ മുഖ്യധാരയെ പൂർണ്ണമായും വിട്ട്, ആ മുഖ്യധാരയുടെ ശൈലികളെയും ശീലങ്ങളെയും ഒക്കെ വിട്ടിട്ട് അദ്ദേഹം ഒരു പൂർണ്ണമായും സമാന്തരമെന്ന് പറയാവുന്ന ഒരു മാധ്യമത്തിലാണ് ജോലി ചെയ്യുന്നത്. അതിൻ്റെ ഒരു കാർമ്മികത്വ പദവിയിലാണുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ ഈ വേദിയിൽ കിട്ടിയത് നമുക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം ഉപകാരപ്രദമാണ്. അദ്ദേഹത്തെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം. ചോദ്യങ്ങളിലൂടെ ഞാൻ ശ്രമിക്കും. അതിനുശേഷം ഒരു സെഷൻസ് വരുമ്പോൾ നിങ്ങളും ശ്രമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെയുള്ളത് ശംസുദ്ദീൻ മുബാറക്ക് നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ചും നമ്മൾ ദാറുൽ ഹുദ കമ്മ്യൂണിറ്റിക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം മാധ്യമപ്രവർത്തകനാണ്. മലയാള മനോരമ സീനിയർ സബ് എഡിറ്ററാണ്. അദ്ദേഹം ഒരുപക്ഷെ ദാറുൽ ഹുദ വിദ്യാർത്ഥികൾ മാധ്യമരംഗത്തേക്ക് ചുവട് വെക്കുന്നതിൽ, അല്ലെങ്കിൽ മാധ്യമരംഗത്ത് നമുക്കൊരു ഓപ്പണിംഗ് ഉണ്ട് എന്ന് കാണിച്ചു തന്ന ആദ്യഘട്ടങ്ങളിലെ ഒരു മാധ്യമപ്രവർത്തകർ ഒരാളാണ് ഷംസു. ഞാൻ ദാറുദയിൽ ഞാൻ എന്നെ പറ്റി പിന്നെ പറയാം. ദാറുദയിലായിരുന്ന കാലത്ത് അദ്ദേഹം അവിടുത്തെ നമ്മളൊക്കെ മാതൃകാ പുരുഷനായി കണ്ടിരുന്ന ഒരു സാഹിത്യകാരനായിരുന്നു. അദ്ദേഹം കവിയായിരുന്നു, കഥാകൃത്തുമായിരുന്നു. പിന്നെ അദ്ദേഹം ദാറുദയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം നമ്മളൊക്കെ കരുതിയ പോലെ തന്നെ മീഡിയയിലെത്തുകയും അതുതന്നെ ഒരുപക്ഷെ മുഖ്യധാരയുടെ ഏറ്റവും മുകൾ തട്ടിലുള്ള എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ പിന്നെ ഒരു കച്ചവട മാധ്യമം എന്ന് വേണമെങ്കിൽ, അതിൻ്റെ നെഗറ്റീവ് അർത്ഥത്തിലല്ല, ഈ മാധ്യമ വിപണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമായ മനോരമയിൽ എത്തുകയും ചെയ്തു. അദ്ദേഹത്തിന് ചൂട് പിടിച്ച് ഇഷ്ടംപോലെ ഹുദവികളും ദാൽഹുദ സന്തതികളും ഒക്കെ മാധ്യമരംഗത്ത് എത്തിപ്പെട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തെ. അതുപോലെ അദ്ദേഹം 2 നോവലുകളും ഒരു മലപ്പുറം കിസ്സ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നോവലുകൾ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. മരണപര്യന്തം, റൂഹിൻ്റെ നാൾവഴികളും അതുപോലെ ദായിഷും. ഇത് ഒരുപക്ഷെ പ്രിന്റിംഗ് റെക്കോർഡുകൾ തകർത്തുകൊണ്ടുള്ള ഒരു വിൽപ്പന നടത്തിയ, അല്ലെങ്കിൽ അദ്ദേഹം അതീവമായി ശ്രദ്ധിക്കപ്പെട്ട 2 പുസ്തകങ്ങളാണത്. അപ്പോൾ ഷംസു കുറച്ചും കൂടി നമ്മൾ ഒരാളായ ആ ലെവലിൽ കാണാൻ പറ്റിയിട്ടുള്ള ഒരാളാണ് ഷംസു. അപ്പോൾ ശംസുദ്ദീൻ മുബാറക്കിനോടും അദ്ദേഹത്തോടും ചോദ്യങ്ങളൊക്കെ ചോദിക്കണം. അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള വിജ്ഞാനികളും അതുപോലെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും നമുക്ക് ചോദിക്കണം. പിന്നെ എന്നെ പരിചയപ്പെടുത്താൻ, എൻ്റെ പേര് മുഹമ്മദ് ഷാഫി എന്നാണ്. ഞാൻ ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാഡമിയുടെ പ്രൊഡക്റ്റാണ്. ഞാനിപ്പോൾ ചന്ദ്രിക ദിനപത്രത്തിൽ അതുപോലെ ഓൺലൈനിലൊക്കെ വർക്ക് ചെയ്തു. ഇപ്പം മീഡിയ വൺ ഓൺലൈൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻചാർജായിട്ട് വർക്ക് ചെയ്യുന്നു. ഷാഫി കൈനിക്കര എന്നുള്ള പേരിലും
എനിക്ക് അങ്ങനെ വേറെ പേരും കൂടിയുണ്ട്. അപ്പോൾ ഇതാണ് എന്നെ ഇതിൻ്റെ ഒരു ആമുഖത്തിൻ്റെ ആകത്തുക. അപ്പോൾ ഈ ഡിസ്കഷൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം രാജീവ് സാറ് അതുപോലെ ഷംസൂനെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പാനൽ ഡിസ്കഷൻ ഉണ്ടാകും. അതിനുശേഷം കുറച്ച് സമയം നമുക്ക് വേദിയിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഡയസിനോട് ചോദ്യങ്ങൾ ചോദിക്കാനും അതിലൊരു സംശയ നിവൃത്തി വരുത്താനുമുള്ള അവസരങ്ങൾ ഉണ്ടാകും. അത് പരസ്പരം പരമാവധി ഉപയോഗപ്പെടുത്തുക. ഈ ഡിസ്കഷൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു അഭിപ്രായം രേഖപ്പെടുത്തണമെന്നോ ഉണ്ടെങ്കിൽ, അങ്ങനെ വരികയാണെങ്കിൽ അതിനും അവസരം ഉണ്ടാകും. അപ്പോൾ എണീറ്റ് നിന്നിട്ട് കൈ പൊക്കിയാൽ മതി. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ആകത്തുകയായിട്ട് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സീറ്റിലേക്ക് മടങ്ങുകയാണ്. ചർച്ച ആരംഭിക്കാമെന്ന് കരുതുന്നു. ഹലോ, നമുക്ക് രാജീവേട്ടനിൽ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. രാജീവേട്ടൻ, ഞാൻ പറഞ്ഞ പോലെ രാജീവേട്ടൻ പിന്നെ പല കാര്യങ്ങൾ കൊണ്ടും മലയാള മാധ്യമരംഗത്ത് വ്യക്തമായ എന്താ പറയുക ഇടമുണ്ടാക്കിയ മാധ്യമങ്ങളിലൂടെ വർക്ക് ചെയ്ത ആളാണ്. മാധ്യമ ആഴ്ചപ്പതിപ്പ് മാധ്യമം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പുതിയ തുടക്കമായിരുന്നു. ഇന്ത്യ വിഷൻ ഒരുപക്ഷെ മലയാളം ന്യൂസ് ചാനലുകളുടെ തുടക്കമായിരുന്നു. അപ്പോൾ മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ മീഡിയക്ക് ഭയങ്കര അധികം ഒരു പെനിട്രേഷൻ ഉള്ള ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു ജനവിഭാഗമാണ് മലയാളികൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് മാധ്യമങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഭയങ്കരമായി ഇടപെടുന്ന കാലഘട്ടം കൂടിയാണ്. ശരിക്കും നമ്മൾ ഈ വിഷയം സംസാരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ജനാധിപത്യത്തിലും അതുപോലെ എന്താ പറയുക മനുഷ്യാവകാശ സംരക്ഷണത്തിലും മാധ്യമങ്ങളുടെ പങ്കെന്ന വിഷയം സംസാരിക്കുമ്പോൾ രാജീവേട്ടൻ ഏത് മൂഡിലാണ് ഇരിക്കുന്നത്? അല്ലെങ്കിൽ രാജീവേട്ടൻ അതിൽ ഒരു വളരെ പോസിറ്റീവായിട്ടാണോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടാവുന്ന ലെവലിലാണോ അതോ നിരാശനായിട്ടാണോ ഇരിക്കുന്നതെന്ന് പറയാമോ? സത്യത്തിൽ ഷാഫിയുടെ ഒരു കുഴക്കുന്ന ചോദ്യമാണ്. ഏത് മൂഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം ഞാൻ ഷാഫി എന്നെ പരിചയപ്പെടുത്തിയ അവിടെ നിന്ന് തുടങ്ങാം. ഷാഫി എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ മുഖ്യധാരയിൽ നിന്നും മാറി സമാന്തര മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ സബാൾട്ടേൺ സ്വഭാവത്തിലുള്ള മാധ്യമങ്ങളിലോ ഒക്കെ പ്രവർത്തിച്ച്, അല്ലെങ്കിൽ ഞാൻ തിരഞ്ഞെടുത്ത മാധ്യമങ്ങളുടെ ഒരു സ്വഭാവം പരിഗണിക്കുമ്പോൾ ആ രൂപത്തിലാണ് എന്നെ പരിചയപ്പെടുത്തേണ്ടത്. സത്യത്തിൽ ഞാൻ വിചാരിക്കുന്നത്, ഞാൻ പ്രവർത്തിച്ച മാധ്യമങ്ങളൊക്കെ തന്നെയും മുഖ്യധാരാ മാധ്യമങ്ങളായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ അവയെ അങ്ങനെ പരിഗണിക്കപ്പെടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ മാധ്യമങ്ങളെല്ലാം തന്നെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ഇടപെടാൻ തന്നെയാണ് ശ്രമിച്ചിരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ജനാധിപത്യം, മനുഷ്യാവകാശ സംരക്ഷണം, ഈ രണ്ട് മേഖലകൾ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ മാധ്യമങ്ങളുടെ സ്വാധീനമോ ഇടപെടലോ അത് എത്രത്തോളം ഉണ്ട്, അതിന് ഞാൻ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് ഷാഫി ചോദിച്ചത്. നമ്മളൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫലം വന്ന് ഏതാണ്ട് 2 മാസം പ്രായമാകുന്ന ഒരവസ്ഥയിലാണ് ഇരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ കാലം ഈ രാജ്യത്തെ ജനാധിപത്യ സമ്പ്രദായത്തെ നിലനിർത്താൻ പാകത്തിൽ പ്രവർത്തിച്ച മാധ്യമങ്ങളുടെ എണ്ണം എത്രത്തോളമായിരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റും, കൈവിരലിൽ എണ്ണിയെടുക്കാൻ പറ്റും എത്ര മാധ്യമങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്നു എന്ന്. മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എത്ര എണ്ണം അതിനുവേണ്ടി പ്രവർത്തിച്ചു എന്ന് നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റും. പിന്നെ ഉള്ളത് ചുരുക്കം ചില യൂട്യൂബേഴ്സ് മാത്രമായിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും രാജ്യത്തെ ജനാധിപത്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ പ്രതിപക്ഷ ശബ്ദമായോ സംസാരിക്കുന്നത് യൂട്യൂബേഴ്സ് മാത്രമാണ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോഴാണ് നമ്മൾ രവീഷ് കുമാറിനെയും ധ്രുവ് റാഠിയെയൊക്കെ കൂടുതലായിട്ട് കേൾക്കാനും അറിയാനും ഒക്കെ തുടങ്ങിയത്. അങ്ങനെ കുറേ ആളുകളല്ല, കുറച്ചാളുകൾ. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ, എന്നിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ എന്തായാലും സംഭവിച്ചത്? ഫലം വന്നപ്പോൾ 2014 2019 ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്ന BJPക്ക് 3ാം വട്ടത്തിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്ത ഒരവസ്ഥ വന്നു. 2013 മുതൽ ഇങ്ങോട്ട് ഇക്കാലം വരെ, അല്ലെങ്കിൽ ഇപ്പോഴും
നരേന്ദ്രമോദിക്ക് വേണ്ടിയോ BJPക്ക് വേണ്ടിയോ സംഘപരിവാരത്തിന് വേണ്ടിയോ പ്രൊപ്പഗാൻഡ നടത്തുന്ന അവസ്ഥയിലേക്ക് രാജ്യത്തെ ഭൂരിഭാഗം മാധ്യമങ്ങളും മാറിയതിന് ശേഷവും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്ത അവസ്ഥ വന്നുവെങ്കിൽ നമ്മുടെ ജനാധിപത്യത്തിലേക്ക് മാധ്യമങ്ങൾ എന്ത് സംഭാവനയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണവും ഉത്തരവും അതിൽ തന്നെയുണ്ട്. നമ്മുടെ മാധ്യമങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയോ ജനാധിപത്യത്തെ സമ്പുഷ്ടീകരിക്കുന്നതിന് വേണ്ടിയോ കാര്യമായ സംഭാവനകൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം ഇപ്പോൾ മാത്രമല്ല കേട്ടോ, അതായത് ഈ 2024 മാത്രമല്ല, ഇതിനു മുമ്പ് എന്താ പറയുക, പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട അടിയന്തരാവസ്ഥ കാലത്തും മാധ്യമങ്ങളൊന്നും വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിരുന്നില്ല. ഇത് മനസ്സിലാക്കിയ ജനങ്ങളാണ് തിരിച്ചു പ്രവർത്തിക്കാൻ ശ്രമിച്ചത്. ഇപ്പോഴും രാജ്യത്തെ അവസ്ഥയും പൗരാവകാശങ്ങൾ ചുരുങ്ങുന്നു എന്ന ബോധ്യവും സമൂഹങ്ങൾക്കിടയിലുള്ള ഭിന്നത വർദ്ധിപ്പിക്കുന്നത് അധികാരം ലക്ഷ്യമിട്ട് മാത്രമാണ് എന്ന് തിരിച്ചറിയുന്ന മനുഷ്യരുമാണ് ഈ ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. മാധ്യമങ്ങൾ അങ്ങനെ വലിയ തോതിൽ എന്തെങ്കിലും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. തിരിച്ച് ഈ കാലുഷ്യത്തെ അല്ലെങ്കിൽ ഈ വെറുപ്പിൻ്റെ വിപണനത്തെ സഹായിക്കാൻ പാകത്തിൽ ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ മാധ്യമങ്ങൾ ചെയ്തിട്ടുമുണ്ട് എന്നുള്ളത് കാണാതിരുന്നുകൂടാ. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ എന്താണ്, ദേശീയം എന്ന് പറയുന്ന ഒരു ലേബലിൽ അല്ലെങ്കിൽ ഒരു നിർവചനത്തിലൊക്കെ നമുക്ക് പെടുത്താവുന്ന മാധ്യമങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അവരുടെ പാനൽ ഡിസ്കഷനൊക്കെ കാണുന്നതും അവരുടെ വാർത്താ സെലക്ഷനെ കുറിച്ച് അറിയുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം അവരെന്താ ചെയ്യുന്നതെന്ന്. നമ്മളിവിടെ കേരളത്തിലെ മാധ്യമങ്ങളും ഏറിയും കുറഞ്ഞും അതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ കുറച്ചുകൂടെ പൊതിഞ്ഞാണ് നമ്മുടെ മാധ്യമങ്ങൾ അത് കൊടുക്കുന്നത്, മറ്റവരത് വളരെ തുറന്നു കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ചുരുക്കത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ പാകത്തിൽ മാധ്യമങ്ങൾ വലിയ ഇടപെടലൊന്നും നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അതേസമയം ചെറിയ രീതിയിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറയാനും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് മാധ്യമങ്ങളെങ്കിലും ഒരു യഥാർത്ഥ സാമൂഹ്യ ഉത്തരവാദിത്വം നിറവേറ്റുന്ന വിധത്തിൽ മാധ്യമപ്രവർത്തനം നടത്തുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പല തരത്തിലുള്ള ഏജൻസികൾ, ഇപ്പോൾ ഇൻകം ടാക്സ് ആണെങ്കിലും ED ആണെങ്കിലും CBI ആണെങ്കിലും ഇത്ര പല ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് റെയ്ഡ് നടത്തുകയും കേസെടുക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷവും അവരതിനെ ഭയക്കാതെ അവരുടെ ഉത്തരവാദിത്വം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന കാഴ്ച നമ്മൾ കാണാം. ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞത് വയർ ഒരു ഉദാഹരണമാണ്. വയറിൽ 2 or 3 തവണ ഇൻകം ടാക്സിൻ്റെ റെയ്ഡ് നടന്നു. അവരുടെ ആ സ്ഥാപനത്തിലുണ്ടായിരുന്ന ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കുകളും ഒക്കെ എടുത്തുകൊണ്ട് പോയി. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷവും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഭരണകൂടത്തിൻ്റെ തെറ്റെന്ന് അവർക്കുറപ്പുള്ള നയങ്ങളെ വിമർശിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനം അവർ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ഇങ്ങോട്ട് ദക്ഷിണേന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഡക്കാൻ ഹെറാൾഡ് ഒരു ഉദാഹരണമാണ്. അവിടെ ഡക്കാൻ ഹെറാൾഡ് ബേസ് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. അവിടെ അത് കഴിഞ്ഞ ടേമിൽ നിങ്ങൾക്കറിയാലോ, BJP ആണ് അവിടെ അധികാരം ഓപ്പറേഷൻ കമലയിലൂടെ പിടിച്ചെടുക്കുകയും പിന്നീട് അധികാരം നിലനിർത്തുകയും ചെയ്തത്. അവർ ഭരിച്ചുകൊണ്ടിരിക്കെ, അതായത് കർണാടകത്തിലെ സ്റ്റേറ്റ് BJP ഭരിച്ചുകൊണ്ടിരിക്കുന്നു, സെൻട്രലും BJP ഭരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും അവരേതാണ്ട് ബാലൻസ്ഡായിട്ട് കാര്യങ്ങളെ അവതരിപ്പിക്കാൻ ശ്രമിച്ച കാഴ്ച നമ്മുടെ മുമ്പിലുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹിജാബ് വിഷയമൊക്കെ വന്ന സമയത്തുള്ള ഡക്കാൻ ഹെറാൾഡിൻ്റെയൊക്കെ എഡിറ്റോറിയലൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ബാലൻസ്ഡായിട്ട്, വളരെ സന്തുലിതമായിട്ട് എന്താണ് ഒരു മാധ്യമം ചെയ്യേണ്ടത് എന്നുള്ള ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന കാഴ്ചയുള്ളത്. അങ്ങനെ ചുരുക്കം ചില മാധ്യമങ്ങൾ മാത്രമാണ് അവരുടെ ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുകയും അതുവഴി ജനാധിപത്യ സംവിധാനത്തിന്, ജനാധിപത്യ സംവിധാനം എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അത് ഈ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എന്ന് പറയുന്നൊരു സാധനം, എല്ലാ ആളുകൾക്കും അവനവൻ്റെ അഭിപ്രായം തുറന്നു പറയാനും അതിൽ സംവദിക്കാനും
അതിൽ നിന്ന് ഒരു ആശയ വ്യക്തത ഉണ്ടാക്കിയെടുക്കാനും കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം. അല്ലാതെ നമ്മൾ ഈ 5 വർഷം കൂടുമ്പോൾ വോട്ടെടുക്കുകയും ഒരു പുതിയ ഭരണ സംവിധാനത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യമല്ല യഥാർത്ഥത്തിൽ ജനാധിപത്യം എന്ന് പറയുന്നത്. ജനാധിപത്യം എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം ഉറക്കെ പ്രകടിപ്പിക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിലൊരു ആശയവിനിമയത്തിനും സംവാദത്തിനുമുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാനും അതിലൂടെ ഒരു ആശയ വ്യക്തത വരുത്താനുമുള്ള ഒരു അവസരമുണ്ടാവുക, ഒരു വേദി ഉണ്ടാവുക, അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ഒരു അന്തരീക്ഷത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ മാധ്യമങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ കാലയളവിലെ നമ്മളുടെ ഒരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചത് നോക്കിക്കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും, ചുരുക്കം ചില അപവാദങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ. പിന്നെ ഉള്ളത് മനുഷ്യാവകാശ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ. മനുഷ്യാവകാശ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാധ്യമങ്ങൾ എന്താ പറയുക, ചെറുതല്ലാത്ത പങ്ക്, അതായത് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. നമ്മൾ ഭരണഘടനയിൽ ജീവനും സ്വത്തിനുമുള്ള അവകാശം എന്ന് എഴുതി വെച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല. അത് ഓരോ പൗരനും അത് ആസ്വദിക്കാനും അന്തസ്സോടുകൂടി ജീവിക്കാനും കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകണം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യാവകാശ സംരക്ഷണത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അവിടേക്ക് കോൺട്രിബ്യൂഷൻ നൽകുന്ന കാര്യത്തിൽ മാധ്യമങ്ങൾ ചെറുതല്ലാത്ത പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറയാം. കാരണം പുതിയ ആശയങ്ങൾ, സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ ലോകങ്ങൾ തുറന്നു തരുന്ന കാര്യത്തിലൊക്കെ മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷേ ഓഫ് ലേറ്റ് അതിൽ നിന്ന് മാധ്യമങ്ങൾ പതുക്കെ പിന്നാക്കം പോകുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. ഒറ്റ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അബ്ദുൽ നാസർ മദനി കോയമ്പത്തൂർ സ്ഫോടന കേസിൽ പ്രതിയായിട്ട് അല്ലെങ്കിൽ ആരോപണ വിധേയനായിട്ട് ജയിലിൽ കഴിയുന്ന കാലത്ത്, അന്ന് ഞങ്ങളൊക്കെ മാധ്യമപ്രവർത്തന രംഗത്ത് അന്നുമുണ്ട്. അന്ന് അബ്ദുൽ നാസർ മദനിയുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ പൊതുസമൂഹവും മാധ്യമങ്ങളും എത്രത്തോളം ശ്രദ്ധിച്ചിരുന്നോ അല്ലെങ്കിൽ എത്രത്തോളം ശ്രമിച്ചിരുന്നോ അതിൻ്റെ ഒരു 100-1 പോലും അദ്ദേഹത്തെപ്പോലെ ആരോപണ വിധേയരായി ദീർഘകാലം ജയിലിൽ കഴിയേണ്ടി വരുന്ന മനുഷ്യർക്ക് വേണ്ടി ഇപ്പോൾ ശബ്ദിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ ഈ അവകാശങ്ങളെക്കുറിച്ചുള്ള ബോധം ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാനും അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് മുന്നിട്ടിറങ്ങാനും അങ്ങനെ മുന്നിട്ടിറങ്ങുന്ന മനുഷ്യരെ പിന്തുണയ്ക്കാനും തയ്യാറായിരുന്ന മാധ്യമങ്ങൾ പിൽക്കാലത്ത് അതിൽ നിന്ന് പിന്നാക്കം പോകുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മളുടെ രാജ്യത്ത് സംഭവിച്ച രാഷ്ട്രീയ മാറ്റത്തിൻ്റെ കൂടെ ഭാഗമായിട്ടുള്ളതാണ് എന്നുള്ളിടത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെ രാജ്യത്തൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാവുകയും ഭരണകൂടം ഭയം ജനിപ്പിച്ചുകൊണ്ട് എല്ലാ സർവ ശൃംഖലകളെയും അതിൻ്റെ ചൊൽപ്പടിയിൽ നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ആ ചൊൽപ്പടിയിലേക്ക് മാധ്യമങ്ങൾ കൂടെ നിന്നു കൊടുക്കുമ്പോൾ അവർ മനുഷ്യാവകാശ സംരക്ഷണം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒരു സംഗതിയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അതുവഴി അവർ ജനാധിപത്യത്തെ കൂടെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുക. അപ്പോൾ പൊതുവിൽ പറഞ്ഞാൽ ഈ 2 മേഖലയിലും ഇന്ത്യൻ മാധ്യമങ്ങളുടെയും കേരളത്തിലെ മാധ്യമങ്ങളുടെയും ഇടപെടൽ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. ഷംസു പിന്നെ രാജീവേട്ടൻ പറയുന്ന കാര്യം പിന്നെ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്ര ആശാവഹമായ കാര്യമില്ല, കറക്റ്റായിട്ട് നിരീക്ഷണമാണത്. ഈ മാധ്യമങ്ങൾ കറപ്റ്റഡ് ആവുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വിപണി വൽകൃതമാവുന്നു, അല്ലെങ്കിൽ കൂടുതൽ സെല്ല് ചെയ്യണം, സർവൈവ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് പിന്നെ കച്ചവടം കുറേ കാലം മുന്നോട്ട് പോകണം എന്നുള്ള തരത്തിലുള്ളതാണ്. അപ്പോൾ ഈ വിപണി മാധ്യമ അല്ലെങ്കിൽ മാധ്യമ വിപണി രംഗത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ, രൂക്ഷ വിമർശനങ്ങൾക്ക് റിസീവിംഗ് എൻഡിൽ നിൽക്കുന്ന ഒരു മാധ്യമമാണ് മലയാള മനോരമ എന്ന് തന്നെ പറയേണ്ടി വരും. മനോരമയിലൊരു സീനിയർ സബ് എഡിറ്ററാണ് ഷംസു.
അപ്പോൾ ഇത്തരം വിമർശനങ്ങളെ തുടർച്ചയായിട്ട് മാധ്യമങ്ങൾ കറപ്റ്റഡ് ആവുന്നു. അവ അവരുടെ സ്ഥാപിത ലക്ഷ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അവയിൽ ആരോപിക്കപ്പെടുന്ന പിന്നെ ഗുണങ്ങളിൽ നിന്നോ പിന്നോട്ട് പോകുന്ന രൂക്ഷമായ വിമർശനങ്ങൾ വരുമ്പോൾ ഒരു മുഖ്യധാര മാധ്യമത്തിൽ, പ്രത്യേകിച്ച് മനോരമയെ പോലുള്ള മാധ്യമത്തിൽ ഇരുന്നൊരു ശംസുവിനെ എങ്ങനെ കാണുന്നത് എങ്ങനെയാണ്? അസ്സലാമു അലൈക്കും. ഷാഫിയുടെ ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ ഒരുപക്ഷെ പണി പോവും. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വൈകായിട്ടൊന്ന് മേലെ ഉപരിപ്ലവമായിട്ടൊക്കെ ഒന്ന് പറയാൻ ശ്രമിക്കാം. അതാവും നല്ലത്, എൻ്റെ തടിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. രാജീവേട്ടൻ പറഞ്ഞ ഒരു സംഭവം, ജനാധിപത്യ മനുഷ്യാവകാശ വിഷയങ്ങളിൽ മാധ്യമങ്ങൾ ഇടപെടുമ്പോൾ സമൂഹത്തിൽ ഏത് രീതിയിലാണ് അവർ നോക്കിക്കണ്ടത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് മാധ്യമങ്ങൾ ഇങ്ങനെയൊക്കെ ജനാധിപത്യപരമായും മനുഷ്യാവകാശപരമായുമുള്ള പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുമ്പോഴും എങ്ങനെയാണ് ഇലക്ഷനിൽ മറ്റൊരു റിസൾട്ട് വന്നത് എന്നൊക്കെയുള്ള ഒരു അനലൈസ് ചെയ്യുകയായിരുന്നു. പക്ഷേ എനിക്ക് രാജീവേട്ടൻ പറഞ്ഞ അവിടെ നിന്ന് ആ വിഷയത്തിൽ നിന്ന് മറ്റൊരു തരത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകാനാണ് എനിക്ക് ശ്രമം. കാരണം ജനാധിപത്യവും മനുഷ്യാവകാശവും പത്രപ്രവർത്തകർക്കും മീഡിയ ഫീൽഡിലും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ് എന്നെനിക്ക് തോന്നുന്നു. അത് ഒരു ഇന്ത്യയിലെ മാത്രം പ്രശ്നമല്ല, കേരളത്തിലെ മാത്രം പ്രശ്നമല്ല, ലോകത്തുള്ള പല കാരണങ്ങൾ കൊണ്ട്, ഇപ്പം ഈ പറയുന്ന വിപണി കാര്യങ്ങൾ കൊണ്ടുണ്ടാവുന്നത്, പോളിസിപരമായ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവുന്നത്, അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ജനാധിപത്യവും മനുഷ്യാവകാശങ്ങളും ധ്വംസിക്കപ്പെടുന്ന പത്രപ്രവർത്തകരെ കുറിച്ച് കൂടിയാണ് ഞാൻ ആശങ്കപ്പെടുന്നത്. അതിൽ ഇപ്പോൾ ലോകാടിസ്ഥാനത്തിലുള്ള ഒരു ഇതിനെ നമുക്ക് ഉദാഹരണം കാണുമ്പോൾ ഏറ്റവും വലിയൊരു പോയ കാലത്തെ ഏറ്റവും വലിയൊരു ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഗാസ പോരാട്ടമാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ കണ്ടത് എന്ന് നമ്മൾ നോക്കുമ്പോൾ അവർ രണ്ട് തരത്തിൽ ഈ ഒരു ജനാധിപത്യത്തെയും മനുഷ്യാവകാശ പ്രശ്നങ്ങളെയും ഒക്കെ പ്രശ്നവൽക്കരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, അവർ ചില വേർഡുകൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ അവരുടെ തലക്കെട്ടുകളിലോ വാർത്തകളിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഇസ്രയേലിൽ കൊല്ലപ്പെടുമ്പോൾ അത് കിൽഡ് എന്നും ഗാസയിൽ മരിക്കുമ്പോൾ അത് ഡൈ എന്നുമാണ്, ഇസ്രയേലിലാവുമ്പോൾ അത് ഡൈ എന്നും ഗാസയിലാവുമ്പോൾ കിൽഡ് എന്നുള്ള രീതിയിലുമാണ് ഇവർ ഈ വേർഡ് ഉപയോഗിക്കുന്നത്. അങ്ങനെ പലതരത്തിലുള്ള വേർഡുകൾ ഈ പറഞ്ഞ പോലെ ആ കാലത്തെ നമ്മൾ ഈ വിദേശ മാധ്യമങ്ങളുടെയൊക്കെ തലക്കെട്ടുകൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഗാസയുടെ വിഷയത്തിൽ വരുമ്പോൾ അത് ജിനോസൈഡായി മാറുകയും ഇസ്രയേലിന്റെ വിഷയം വരുമ്പോൾ ഇവാക്യുവേറ്റായി മാറുകയും ചെയ്യുന്ന ജേർണലിസം. അതേപോലെ തന്നെ അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതേപോലെ അത് മലയാളീകരിച്ച് നമ്മുടെ ഇവിടേക്ക് വരുമ്പോൾ ഇസ്രയേൽ പട്ടാളമെന്നും ഗാസ ഭീകരർ എന്നും പറയുന്ന തരത്തിലേക്ക് അതിനെ മലയാളീകരിച്ച് പത്രങ്ങൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ വേർഡുകൾ കൊണ്ട് പോലും ഒരു സമൂഹത്തിൻ്റെ പോരാട്ടത്തെ അല്ലെങ്കിൽ യഥാർത്ഥ സംഭവത്തെ അതിനെ വക്രീകരിക്കുകയോ അല്ലെങ്കിൽ വേറൊരു തരത്തിലേക്ക് മാറ്റുകയോ ചെയ്യുന്ന തരത്തിലുള്ള ജേർണലിസം ലോകത്ത് തന്നെ നടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാമത്തെ ഒരു കാര്യം, ഫേക്ക് ന്യൂസുകൾ ഇതിനെക്കുറിച്ച് കൊടുക്കുക, എന്നിട്ട് ഇതിൻ്റെ അജണ്ട അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് അതിനെ മറ്റൊരു തരത്തിലേക്ക് മാറ്റുക എന്നുള്ള ഒരു തരത്തിലൊരു അജണ്ട വെസ്റ്റേൺ മീഡിയകളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഇസ്രയേലിൽ ഇസ്രയേൽ പട്ടാളക്കാർ 40 പട്ടാളക്കാർ കൊല്ലപ്പെട്ടു, ഗാസ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്ത ഒരു അസോസിയേറ്റഡ് പ്രസ് എന്ന് പറയുന്ന ഏജൻസി റിപ്പോർട്ട് ചെയ്യുകയും വാഷിങ്ടൺ പോസ്റ്റ് പോലെയുള്ള വലിയ വലിയ പത്രങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. അൽ ജസീറ എന്ന് പറയുന്ന ഒരു മീഡിയ, അതിൻ്റെ ഒരു ഫാക്ട് ചെക്ക് കമ്പനി അവരുടെ ഒരു വിഭാഗത്തോട് ഈ ഒരു വാർത്ത ഫാക്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അവരതിൽ നിന്ന് കണ്ടെത്തിയ ഒരു സംഭവം, യഥാർത്ഥത്തിൽ 40 പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. മറിച്ച് ഈ റിപ്പോർട്ട് വന്ന സോഴ്സ് അവർ നോക്കിയപ്പോൾ ഒരു ഇസ്രായേലി പട്ടാളക്കാരൻ കൊടുത്ത വാർത്തയാണ് യഥാർത്ഥത്തിൽ 40 പട്ടാളക്കാരെ ഈ ഹമാസ് വധിച്ചു എന്നുള്ള വാർത്ത. അപ്പോൾ ഈ പട്ടാളക്കാരൻ്റെ
ഈ പറയുന്ന അയാളുടെ വെയറബോട്ട്സ്, അയാളുടെ എന്താണ് അയാളുടെ താല്പര്യങ്ങൾ എന്നൊക്കെ നോക്കിയപ്പോൾ ഈ ഒരു പട്ടാളക്കാരൻ മാത്രമല്ല, മറിച്ച് ഈ അസോസിയേറ്റഡ് പ്രസ് പോലെ വാർത്തകൾ കൊടുക്കുന്ന ന്യൂസ് ഏജൻസികളിൽ പ്രവർത്തിക്കുന്ന പലർക്കും ഇസ്രായേലി പട്ടാളവുമായി, അവരുടെ കുടുംബങ്ങളുമായി, അവരുടെ എന്തെങ്കിലുമൊക്കെ ബന്ധമുള്ളവരാണ് ഇതിലിരിക്കുന്നത് എന്നുള്ളത് അൽ ജസീറ കണ്ടെത്തുകയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മാത്രം വിഷയമല്ല ജനാധിപത്യ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ മീഡിയയിൽ എന്നുള്ളത്. ഇപ്പൊ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, ഇത് ജനാധിപത്യത്തെ ധ്വംസിക്കുക എന്നുള്ളതിൽ നിന്ന് അപ്പുറത്തേക്ക് കുറച്ചുകൂടി നമ്മൾ ഈ പുതിയ കാലത്ത് കാണേണ്ടത് ജനാധിപത്യത്തെ ധ്വംസിക്കുന്ന പത്രപ്രവർത്തനം എന്നതിനേക്കാൾ അപ്പുറത്ത് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന പത്രപ്രവർത്തനം ഇന്ത്യയിൽ ഒരുപാട് നടന്നിട്ടുണ്ട്. അപ്പൊ അത് ജനാധിപത്യത്തെക്കാൾ കുറച്ചുകൂടി, ജനാധിപത്യം ഇല്ല എന്നുള്ള അല്ലെങ്കിൽ ജനാധിപത്യപരമായ പത്രപ്രവർത്തനം നടക്കുന്നില്ല എന്നതിനേക്കാൾ കുറച്ചുകൂടി എന്താ പറയാ, അതിൻ്റെ ഒരു കാര്യ ഗൗരവമുള്ളതാണ് സമൂഹത്തിനിടക്ക് ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ളത്, മതങ്ങൾക്കിടക്ക്, സമുദായങ്ങൾക്കിടക്ക്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ UP-യിൽ ബുലന്ദ് ഷഹർ എന്നാണെന്ന് എനിക്ക് തോന്നുന്നു, രാജുവേട്ടനെ അറിയാം സ്ഥലം, മറ്റേ വിഗ്രഹം, അതെ, ബുലന്ദ് ഷഹർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 4 വിഗ്രഹങ്ങൾ തകർക്കപ്പെട്ടു. ഒരു ക്ഷേത്രത്തിൽ 4 പ്രധാനപ്പെട്ട വിഗ്രഹങ്ങൾ തകർക്കപ്പെട്ടു. അത് എല്ലാ മീഡിയകളും, ഈ പറയുന്ന ഗോദി മീഡിയ എന്ന് പറയുന്ന മോദിയോട് ഭക്തിയുള്ള മീഡിയകളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെ മുസ്ലിം നാമധാരികൾ അല്ലെങ്കിൽ ഫണ്ടമെന്റലിസ്റ്റുകൾ വന്നിട്ട് ക്ഷേത്രം തകർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിഗ്രഹങ്ങൾ തകർത്തു എന്നുള്ള രീതിയിലാണ് അത് പത്രം റിപ്പോർട്ട് ചെയ്തത്. പക്ഷെ അതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രതികളെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ UP പോലീസ് പിടിച്ചപ്പോൾ 4 പേരും ഹിന്ദുക്കളായിരുന്നു. അപ്പൊ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇത് തകർത്തെന്ന് ചോദിച്ചപ്പോൾ അവരതിന് ഉത്തരം പറഞ്ഞത്, ഞങ്ങൾ കുറെ കാലമായി ഈ ക്ഷേത്രം ഒന്ന് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടി ക്ഷേത്ര കമ്മിറ്റിയോട് ആവശ്യപ്പെടുന്നുണ്ട്, പക്ഷെ അവരത് ചെയ്യാത്തത് കൊണ്ട് ഞങ്ങൾ ബോധപൂർവം ചെയ്തതാണ് എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഒരുപാട്. ഇപ്പോൾ ഒഡീഷയിലല്ലേ നമ്മുടെ ബലാസാഗർ അല്ലേ ട്രെയിൻ ദുരന്തം ഉണ്ടായപ്പോൾ ചില പത്രങ്ങൾ, ഗോദി മീഡിയയിലും അതേപോലെ ഈ പറയുന്ന അവരോട് ആഭിമുഖ്യമുള്ള ഓൺലൈൻ മീഡിയകളിലൊക്കെ വന്ന വാർത്ത, വെള്ളിയാഴ്ചകളിലാണ് ഇങ്ങനെയുള്ള ട്രെയിൻ ദുരന്തങ്ങൾ നടക്കുന്നത്. അതിലൊരു ദുസ്സൂചനയുണ്ട്. വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ആർക്കാണ് വിശുദ്ധമായ ദിവസം എന്നുള്ളതിനെ അവർ കണക്ട് ചെയ്യാണ് അറിയാതെ. മറ്റൊന്ന് പറഞ്ഞത്, അതിൻ്റെ സ്റ്റേഷൻ മാസ്റ്റർ മുഹമ്മദ് ഷെരീഫ് സിദ്ദീഖ് എന്ന് പറഞ്ഞ ആളാണ്, അദ്ദേഹത്തിന് അതിൽ പങ്കുണ്ട് എന്നുള്ള തരത്തിലൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു മുഹമ്മദ് ഷെരീഫ് എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ മാസ്റ്ററെ അവിടെ ഇല്ല എന്നുള്ളതാണ് പിന്നീട്. അങ്ങനെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട്. ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ തൊട്ടടുത്ത് തളി ക്ഷേത്രം, അവർ സാധാരണ എല്ലാ വർഷവും പെയിന്റ് അടിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം അവർ പെയിന്റ് അടിച്ചപ്പോൾ എന്തോ ഒരു പച്ച കളർ പെയിന്റാണ് അടിച്ചത്. അപ്പോൾ നമ്മുടെ സോക്കോൾഡ് ഈ പറയുന്ന ഒരു എന്താ പറയുക ഹിന്ദു വർഗീയ ഒരു വിഭാഗത്തിൻ്റെ ഒരു ചാനലിൽ റിപ്പോർട്ട് വന്നത് മുസ്ലിങ്ങൾ ക്ഷേത്രത്തെ പള്ളിയാക്കാനുള്ള ശ്രമം എന്നുള്ള രീതിയിലാണ് അത് വന്നത്. പക്ഷെ അത് ഇവർ കമ്മിറ്റിക്കാർ തന്നെ പറഞ്ഞു, ക്ഷേത്ര കമ്മിറ്റി തന്നെ പറഞ്ഞു, ഞങ്ങൾ എല്ലാ വർഷവും പെയിന്റ് അടിക്കാറുണ്ട്, ഇപ്രാവശ്യം എന്തോ അതിലൊരു പച്ച പോലെ തോന്നുന്ന ഒരു പെയിന്റ് അവരടിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറയുന്നത് ഇങ്ങനെ യഥാർത്ഥ സംഭവങ്ങൾ അല്ല, ഫേക്കായിട്ട് വാർത്തകളെ സൃഷ്ടിച്ച് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല വാർത്തകൾക്ക് പിന്നിലുള്ളത്, മറിച്ച് അതിനപ്പുറത്തേക്ക് അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ ഈ പറഞ്ഞ ഡിവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ പറയുന്ന സ്പർദ്ധയുണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ നടന്നിട്ടുള്ള ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ നടന്നിട്ടുള്ള കലാപങ്ങൾക്കൊക്കെ പിന്നിൽ ഇങ്ങനെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഇതേപോലെ വളരെ ഫേക്കായിട്ടുള്ള ആരോ ഒരാൾ വാട്സപ്പിലോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ മീഡിയയിലൊക്കെ വന്ന വാർത്തകൾക്ക് പിന്നാലെ ആയിരിക്കും ആ ഒരു ചെറു തീപ്പൊരിയായിരിക്കും വലിയ അഗ്നികുണ്ഡമായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അത് ജനാധിപത്യത്തെ തകർക്കുന്നു എന്നതിനൊക്കെ അപ്പുറത്ത് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന തരത്തിലേക്ക് മീഡിയകൾ ബോധപൂർവം ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് മനുഷ്യാവകാശത്തിന്റെ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ മനുഷ്യാവകാശത്തിന്റെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അതിൽ ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അവരുടെ മനുഷ്യാവകാശ പ്രശ്നത്തെ കൂടി നമ്മൾ ഈ വിഷയത്തിന്റെ ബൗണ്ടറിയിലേക്ക് കൊണ്ടുവരേണ്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ
നരിമാൻ എന്ന് പറയുന്ന പ്രമുഖനായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടിങ് ഞാൻ എടുത്ത് വായിച്ച അദ്ദേഹം പറയുന്നത്, വി ഹാവ് ഫ്രീഡം ഓഫ് സ്പീച്ച് ബട്ട് നോട്ട് ഫ്രീഡം ആഫ്റ്റർ സ്പീച്ച് എന്നാണ്. ശരിക്കും ഒരു എന്താ പറയുക, ഇന്ത്യയുടെ ഒരു മാധ്യമ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മനുഷ്യാവകാശം എങ്ങനെയാണ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. കാരണം ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിലുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ നോട്ട് ഫ്രീഡം ആഫ്റ്റർ സ്പീച്ച്. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫ്രീഡം ഉണ്ടോ എന്നുള്ളത് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന ഭരിക്കുന്നവരോ തീരുമാനിക്കുന്ന തരത്തിലേക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. കോവിഡിൻ്റെ കാലത്ത് 15 മാധ്യമപ്രവർത്തകരെയാണ് സർക്കാർ അറസ്റ്റ് ചെയ്തത്. പിന്നെ അതേപോലെ പിന്നെ ഈ പറയുന്ന തരത്തിൽ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ അതിൽ പറയാൻ പറ്റും. ഇപ്പോൾ നേരത്തെ സ്വാഗത പ്രഭാഷകൻ പറഞ്ഞതുപോലെ നമ്മുടെ ഫ്രീഡം ഓഫ് പ്രസ് ഫ്രീഡത്തിൻ്റെ ഇൻഡെക്സ് 161 സ്ഥാനത്ത് എത്തി നിൽക്കുന്നു ഇന്ത്യയുടെ എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ 180 രാജ്യങ്ങളിൽ നിന്നാണ് 161 സ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെ 150 സ്ഥാനത്ത്, അതിന് മുകളിൽ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള പാകിസ്ഥാൻ പോലും 150 സ്ഥാനത്തുണ്ട് എന്നുള്ളതാണ്. അതിനും താഴെയാണ് 161 സ്ഥാനം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇവർ നോക്കുന്നത്? പത്രപ്രവർത്തകരുടെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ നോക്കിയിട്ടാണ്, അതേപോലെ അവർക്ക് വരുന്ന കേസുകൾ നോക്കിയിട്ടാണ്, അറസ്റ്റുകൾ നോക്കിയിട്ടാണ്, അവർ ഈ മീഡിയകൾ പ്രവർത്തിക്കാൻ എത്രമാത്രം സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ്. അപ്പം ഈ തരത്തിൽ മീഡിയ എന്ന് പറയുന്ന ആ ഒരു ഫെറ്റേണിറ്റിക്കും അതേപോലെ പത്രപ്രവർത്തകർക്കും എത്രമാത്രം മനുഷ്യാവകാശ ധ്വംസനങ്ങളും ലംഘനങ്ങളും നടക്കുന്നുണ്ട് എന്നതുകൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ചർച്ച ചെയ്യേണ്ടതാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ആക്ഷേപങ്ങളും പരാതികളൊക്കെ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വന്നിട്ടുള്ള ഒരു പത്രത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഈ രാജീവേട്ടൻ പറഞ്ഞു പത്രങ്ങൾ അല്ലെങ്കിൽ മീഡിയ എന്ന് പറയുന്ന ജനാധിപത്യത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നത് കേരളത്തിലൊന്നും ഒരിക്കലും നമുക്ക് ആ ഒരു രീതിയിൽ പറയാൻ പറ്റുമോ എന്നുള്ളത് കുറച്ചുകൂടി ചിന്തിക്കണം എന്നുള്ളതാണ്. കാരണം കേരളം പോലുള്ള വളരെ വൈബ്രൻ്റ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് എത്രത്തോളം ഗോദി മീഡിയ എന്ന് പറയുന്ന ഉത്തരേന്ത്യൻ മീഡിയകൾ അവർക്ക് അനുകൂലമായി അല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് കുറച്ചുകൂടി നമ്മൾ അന്വേഷണം നടത്തിയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല ഈ മീഡിയകൾ ഇങ്ങനെ ആയിപ്പോയി എന്ന് ഇവർക്കൊക്കെ ഒരു പൂർവ്വ ചരിത്രമുണ്ട്. ഇവരൊക്കെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു പൂർവ്വ ചരിത്രം അവർക്കുണ്ട്. ഞാൻ പറയുന്ന ഫോർത്ത് എസ്റ്റേറ്റ് അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ 4-ാം തൂണ് എന്നൊക്കെ പറയുന്ന പത്രപ്രവർത്തനത്തിൻ്റെ ആ ഒരു മാഗ്നാകാർട്ട സൂക്ഷിക്കുന്ന ആ ഒരു പത്രമോ മീഡിയോ പത്രപ്രവർത്തകരൊക്കെ ആയിരുന്നു ഇവർ. പക്ഷെ ഇവരെ ഗവൺമെൻറ് ഈ രീതിയിലേക്ക് മാറ്റി തീർത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇപ്പോൾ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മീഡിയ ഹൗസുകളിൽ 70% ഓണർഷിപ്പുള്ളത് ഇവിടുത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് മുതലാളിയായിട്ടുള്ള അംബാനിയുടെ കീഴിലാണ്. അപ്പോൾ ഈ അംബാനി പറയുന്നത് അവിടെ നടക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്കറിയാം ഏറ്റവും വലിയ നമ്മൾ പറയുന്ന ഏറ്റവും വലിയ നിഷ്പക്ഷ മീഡിയ ആയിരുന്നു NDTV എന്ന് പറയുന്നത്. അതിനൊരു നല്ല ഭൂതകാലം ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ ഇലക്ഷൻ്റെ പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് അദാനി അതിൻ്റെ ഓഹരി 51% ഷെയർ ഏറ്റെടുത്തതോടുകൂടി ആ മീഡിയയും ഇതേപോലെ ഗോദി മീഡിയയും മാറി. മാത്രമല്ല അതിൽ നിന്നാണ് നമ്മുടെ രവീഷ് കുമാർ എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ വരികയും ഇന്ത്യയിൽ ഏറ്റവും വലിയ വിപ്ലവം കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് 60 ലക്ഷം ഫോളോവേഴ്സാണ് രവീഷ് കുമാറിനൊക്കെ ഇപ്പോൾ ഉള്ളത്. അതായത് ഒരു പ്രമുഖ ചാനലിന് പോലും ഇല്ലാത്ത തരത്തിലുള്ള വ്യൂവർഷിപ്പാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലുള്ളത്. റാട്ടിയുടെ കാര്യം പറഞ്ഞു. ഞാൻ പറയുന്നത് ഈ ഗവൺമെൻറ് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്, ഒന്നുകിൽ അതിനെ വാങ്ങാൻ പറ്റുമെങ്കിൽ അങ്ങനെ വാങ്ങിക്കൊണ്ട് തൻ്റേതാക്കുക എന്നുള്ളൊരു ശീലം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മനുഷ്യാവകാശ പ്രശ്നങ്ങളിലൂടെ പത്രത്തെയും മീഡിയകളെയും തങ്ങളുടേതാക്കുക എന്നുള്ളൊരു അജണ്ട കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നു എന്നുള്ളത് അത് കേരളത്തിലുമുണ്ട്. കേരളത്തിൽ ഭരിക്കുന്ന സർക്കാരും അങ്ങനെ ചെയ്യുന്നു. ഇപ്പോൾ ഈ പറയുന്നത് പോലെ എത്രയോ ആളുകൾ പത്രപ്രവർത്തകർ കൊല്ലപ്പെടുന്നു, അതേപോലെ പത്രപ്രവർത്തകർക്കെതിരെ കേസുകൾ എടുക്കുന്നു. ഇപ്പോൾ വയറിൻ്റെയും അതേപോലെ ഡെക്കാൻ ക്രോണിക്കലിൻ്റെ ഉദാഹരണം രാജീവേട്ടൻ പറഞ്ഞു. ഒരുപാട് ഉദാഹരണങ്ങൾ ഇനിയുണ്ട്. അപ്പോൾ ഇങ്ങനെ മനുഷ്യാവകാശ പ്രശ്നങ്ങളുടെ നടുവിലുള്ള പത്രപ്രവർത്തകൻ്റെ പ്രശ്നം കൂടി അതിലുണ്ട്. അത് എങ്ങനെ വരുന്നു എന്നുള്ളതിൻ്റെ കാരണം
ഞാൻ മനസ്സിലാക്കുന്നത്, ഒന്ന് ഗവൺമെൻറ്റിൻ്റെ ഒരു തരത്തിലുള്ള ഒരു താല്പര്യം ഇതിന് പിന്നിൽ ഫോഴ്സ്ഫുള്ളായിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ പത്രത്തിനും അവർക്ക് അവരുടേതായിട്ടുള്ള പോളിസികളുണ്ട്. ഇപ്പോൾ ചന്ദ്രിക റിപ്പോർട്ട് ചെയ്യുന്ന പോലെയല്ല ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജനം റിപ്പോർട്ട് ചെയ്യുന്നത് പോലെയല്ല കൈരളി റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഓരോ പോളിസി ഓരോ പത്രത്തിനും ഉണ്ടാവും. ഇപ്പോൾ അത് പത്രത്തിന് മാത്രമല്ല, ഒരു സ്ഥാപനത്തിനുണ്ടാവും, സംഘടനക്കുണ്ടാവും, അത് എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പോൾ ഈ പറയുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടന പ്രവർത്തിക്കുന്നത് പോലെയല്ല CPM പ്രവർത്തിക്കുന്നത്. അത് അവർക്ക് അവരുടേതായിട്ടുള്ള ഗോളും ലക്ഷ്യങ്ങളും അജണ്ടയും താല്പര്യങ്ങളും ഓരോ ആളുകൾക്കുണ്ട്. അത് പത്രത്തിലുണ്ട്, അത് പത്രമീഡിയകൾക്കുണ്ട്. അപ്പോൾ ആ പത്രമീഡിയകളുടെ ഭാഗമായിട്ട് വരുന്ന പോളിസിയുടെ പരമായിട്ട് വരുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമില്ലാതെ, ഇപ്പോൾ ഷാഫി ചോദിച്ചതിൻ്റെ ഒരു വളരെ ചെറുതായിട്ടൊരു ഉത്തരം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ആളുകൾക്ക് വാർത്ത അല്ല വേണ്ടത് എന്നുള്ളതാണ്. വാർത്തകൾക്കപ്പുറം ഞങ്ങൾക്ക് സ്വീകാര്യമായ വാർത്ത വേണമെന്നുള്ളതാണ്. പണ്ട് നമുക്ക് സത്യം എന്ന് പറഞ്ഞ ഒരു വാർത്തയേ ഉള്ളൂ. ഇപ്പം നമ്മൾ പത്രത്തിലൊരു വാർത്ത കാണുമ്പോൾ അത് സത്യമാണോ അല്ലേ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഇപ്പം അങ്ങനെയല്ല, എനിക്ക് എൻ്റെ താല്പര്യത്തിന് സത്യമാണോ അല്ലേ എന്നും കൂടി നോക്കും ഇപ്പോൾ ആളുകൾ, എന്നിട്ട് വിമർശിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് പല വിമർശനങ്ങളും ഇത് വരുന്നത് എന്നുള്ളത് കൂടി ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പല വാർത്തകളും നോക്കിയാൽ കാണാം, സത്യമാണോ അല്ലേ എന്നുള്ളതല്ല നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഒരു പത്രത്തിലൊരു വാർത്ത കാണുന്നു, ആ പത്രത്തിൻ്റെ നിജസ്ഥിതി എന്താണ് എന്നല്ല നമ്മൾ ആദ്യം നോക്കുന്നത്, മറിച്ച് എനിക്കത് ഹിതകരമാണോ അതോ അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ എൻ്റെ സംഘടനയ്ക്ക് അത് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആളുകൾ മൈന്യൂട്ടായിട്ട് വാർത്തകളെ വിശകലനം ചെയ്യാൻ തുടങ്ങിയപ്പോഴുള്ള ചില പ്രശ്നങ്ങൾ ഈ പറയുന്ന തരത്തിലുള്ള പത്രങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പത്രത്തിനും നേരിടേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും, ഇതിൽ നമ്മൾ കേൾക്കുന്ന പലതും, അതായത് നമ്മളിപ്പോൾ ഈ പറയുന്ന പുറത്ത് സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നത് അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ കേൾക്കുന്നതിൽ 98% മെസ്സേജുകൾ ഫേക്കാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് അതെനിക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ട കാര്യം. കാരണം ഞാനത് വർക്ക് ചെയ്യുന്ന കാര്യം. ഒരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികത്തിൻ്റെ കാലത്ത് നമ്മൾക്കെതിരെ വന്നിട്ടുള്ള ഒരു വലിയ ഒരു ആരോപണം എന്ന് പറയുന്നത് RSSൻ്റെ രാം മാധവ് ഒരു ലേഖനം എഴുതിയിരുന്നു നമ്മുടെ പത്രത്തിൽ. അപ്പോൾ ആ പത്രം എടുത്തിട്ട് മനോരമ RSSനെ എന്താണ് മഹത്വവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്ന്, ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്ന് എനിക്കും കിട്ടി. അപ്പം ഞാൻ യഥാർത്ഥത്തിൽ ഇതിലുണ്ടായത് കൊണ്ട് എനിക്കതിൻ്റെ നിജസ്ഥിതി അറിയാം. അതിൽ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ 75ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 10-15 ദിവസത്തോളം നമ്മൾ 4 പേജ് ഫുൾ പേജ് ഓരോ ആർട്ടിക്കിൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ CPMനെ എതിർക്കുന്ന ആളുകൾ, മുസ്ലിം ലീഗിനെ എതിർക്കുന്ന ആളുകൾ, അതേപോലെ എന്താ പറയുക മാവോയിസ്റ്റിനെ എതിർക്കുക, അങ്ങനെ ഓരോ വിഷയം എടുത്തിട്ട് നമ്മൾ പക്ഷം മറുപക്ഷം എന്നുള്ള രീതിയിലാണ് നമ്മളത് കൊടുത്തുകൊണ്ടിരുന്നത്. അതിൽ ഒരു ദിവസം റാം മാധവ് RSSനെ കുറിച്ച് പറയുന്നു. തൊട്ടപ്പുറത്ത് തന്നെ ശശി തരൂർ അതിനെതിർത്തുള്ള ലേഖനമുണ്ട്. അതായത് പക്ഷം പറയുന്നു, മറുപക്ഷം പറയുന്നു. പക്ഷേ ഈ മറുപക്ഷം വെട്ടിമാറ്റിയിട്ട് ഈ പറയുന്ന പക്ഷത്തെ നമ്മൾ പ്രശ്നവൽക്കരിക്കുകയും അത് ഗ്രൂപ്പുകളിലേക്ക്, ഇത് അങ്ങനെയാണല്ലോ, നമുക്ക് താല്പര്യമുള്ള ഒരു കാര്യം നമ്മൾ കൂടുതൽ ഷെയർ ചെയ്യാനും ഇതേപോലെ അതിന് ഇത് കൊടുക്കാനും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും. അപ്പം ഞാൻ എല്ലാം ശരിയാണോ എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്കൊരു കാര്യം പറയാൻ പറ്റും, നമ്മൾ കേൾക്കുന്നതിൽ 90% കൂട്ടിക്കോളൂ, 90% ഫേക്കാണ് എന്നുള്ളത്